ആ ഉമ്മയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയിൽ ഒരു ഇടപെടൽ റിപ്പോർട്ടർ തേടിയതും. ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിവാലാണ് ഈ വാർത്ത എത്തിക്കുന്നത്. അപ്പോൾ തന്നെ അതിൽ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. സുമനസ്സുകളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അർഷാദിനെയും ഉമ്മയും പോലെ ഞങ്ങൾക്കും. ഏതായാലും അവർ ചികിത്സയ്ക്ക് ശേഷം കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് MLA കലക്ടർ മാഹിൻ ഹാജിയുടെ നേതൃത്വത്തിൽ ഇവരെ വാടക വീട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. പുതിയ വീടിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് MLA അറിയിച്ചു. അരുൺ പൂപ്പറമ്പ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് പിടിക്കാം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 51 ദിവസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം അർഷാദിൻ്റെ ഉമ്മ ഐഷയും കാസർഗോഡ് അവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. മാരാരിക്കുളത്ത് വെച്ച് നടന്ന ഉണ്ടായ ഒരു ട്രെയിൻ അപകടത്തിലാണ് അർഷാദിന് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അവർക്ക് ഇനി വേണ്ടത് അവരെ ചേർത്ത് നിർത്തുകയാണ്. അവരുടെ ചികിത്സയ്ക്കും അവരുടെ പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാസർഗോഡ് MLA കലക്ടർ മാഹിൻ ഹാജി ഇടപെട്ട് ചെയ്തിരുന്നു. ഒരു വീട് എന്നൊരു സ്വപ്നം കൂടിയുണ്ട്. അത് നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചാണ്. അത് നമുക്ക് ഏത് നിലയിൽ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ അപകടം നടന്ന ഉടനെ റിപ്പോർട്ടർ ചാനലാണ് എന്നെ ബന്ധപ്പെട്ടതും ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചത്. അപ്പോൾ അതിനിടയിലാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ അവർക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം ഞങ്ങൾ കൊടുക്കാമെന്ന് ഏറ്റെടുക്കുകയും പിന്നെ അത് വീട് പണിത് 2 സ്ഥലമുണ്ട് അവരെ കാണിച്ച് അതിലേതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കിക്കൊണ്ട് അതിൽ വീട് പണിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഈ ഭാഗത്ത് തുപ്പക്കൽ എന്ന സംഘടന വീൽ ചെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു സ്കൂട്ടർ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നൽകാനും ഉള്ള സംവിധാനം ഉണ്ടാക്കും. പൂർണ്ണമായും ഉണങ്ങിയതിന് ശേഷം പിന്നെ അളവെടുത്ത് കൃത്രിമ കാല് വെക്കാനുള്ള സംവിധാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ കോട്ടയം അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി അളവെടുത്ത് അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതെൻ്റെ ഒരു മോനെന്ന് ഞാൻ കണക്കാക്കും. എൻ്റെ മോനെന്ന് അത്രയും എൻ്റെ മോനെ ശുശ്രൂഷിച്ചിട്ട് മോനെ എൻ്റെ മോനിക്കും നട്ടപ്പാതിരാക്കും കൂടി പാഞ്ഞിട്ട് ഒരു വന്നിട്ട് അപ്പം നല്ല പ്രയാസത്തിലായിരുന്നു. ഇപ്പോൾ ഒരു വീടൊക്കെ കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം. ആശ്വാസമുണ്ട്. എന്തായാലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. തുടർ ചികിത്സക്കും ഇവർ MLA ഉൾപ്പെടെയുള്ളവരുടെ അവർ അതിൻ്റെ സഹായം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഉടൻ തന്നെ ആ നടപടികൾ സ്വീകരിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അർഷാദിനും ഉമ്മയ്ക്കും കലക്ടർ മാഹിൻ ഹാജി MLAയുടെ നേതൃത്വത്തിൽ വീട് ഒരുങ്ങുന്നു എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകട്ടെ. മുന്നോട്ടുള്ള യാത്രയിലും റിപ്പോർട്ടർ കൂടെയുണ്ടാകും. ഒപ്പം ജനപ്രതിനിധികളും എല്ലാവരും കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് നൽകാൻ. ഏറെ സന്തോഷം നൽകുന്ന ആശ്വാസകരമായൊരു വാർത്ത പങ്കുവയ്ക്കാൻ കഴിഞ്ഞത്. സന്തോഷം.